വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ പ്രതി അഫാന്റെ മൊഴി രേഖപ്പെടുത്തി. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യത. കൂട്ട ആത്മഹത്യക്ക് തീരുമാനിച്ചെന്നും എല്ലാവരും മരിച്ചെങ്കിലോ എന്ന ആശങ്കയിലാണ് കൊലപാതകം നടത്താൻ തീരുമാനിച്ചതെന്നും അഫാൻ. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ഇത് സംബന്ധിച്ച മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ട്, 65 ലക്ഷം രൂപ ഉമ്മയ്ക്ക് ബാധ്യത ഉണ്ടായിരുന്നു. ഇത് കുടുംബത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി. അങ്ങനെയാണ് കൂട്ട ആത്മഹത്യക്ക് തീരുമാനിച്ചതെന്ന് മൊഴിയിൽ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും കൊലപ്പെടുത്താനുള്ള തീരുമാനം, ഒരുപക്ഷെ ആത്മഹത്യ ചെയ്താൽ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. ആദ്യം സംഭവ ദിവസം 11:30 മണിയോടെ ഉമ്മയെയാണ് ആദ്യം കൊല്ലാൻ ശ്രമിച്ചത്. എന്നാൽ ബോധരഹിതയായതുകൊണ്ട് തന്നെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന് പറയുന്നു. ചുറ്റിക വാങ്ങിയത് സംബന്ധിച്ച വിശദാംശവുമുണ്ട്. ആദ്യം ഉമ്മയെ കൊലപ്പെടുത്താൻ നോക്കിയ ശേഷം ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പോയി 1500 രൂപ വാങ്ങുന്നു. അതിനുശേഷം ചുറ്റിക വാങ്ങുന്നു. എലിവിഷം മറ്റൊരു കടയിൽ നിന്ന് വാങ്ങുന്നു. തിരികെ എത്തിയപ്പോഴാണ് ഉമ്മ മരിച്ചില്ല എന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് തലക്കടിക്കുകയാണ്. പിന്നെയാണ് മറ്റു കൊലപാതകങ്ങൾ നടത്തിയതെന്ന് പറയുന്നു. എന്നാൽ ഈ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് അഫാന്റെ പിതാവിന്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അഫാന്റെ പിതാവിന്റെ ജ്യേഷ്ഠനോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ ഒന്നും തന്നെ നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല. ഈ കുടുംബത്തിന്റെ മാത്രം സാമ്പത്തിക ബാധ്യതയാണ്. അവിടെയാണ് മറ്റുള്ളവരെ എന്തിനു കൊലപ്പെടുത്തി, മറ്റു 3 കൊലപാതകങ്ങൾ എന്തിനു നടത്തി എന്ന ചോദ്യം അവശേഷിക്കുന്നത്. പ്രതി അങ്ങനെ ആത്മഹത്യ എന്ന് പറയുമ്പോൾ പോലും ആ വീട്ടിലുള്ളവർ ആത്മഹത്യ ചെയ്യുന്നതിന്റെ യുക്തി ഉണ്ടെങ്കിലും മറ്റു ആളുകളെ എന്തിനു കൊലപ്പെടുത്തി എന്നതാണ് ചോദ്യമായി അവശേഷിക്കുന്നത്. അവിടെയാണ് ഈ പണം നൽകാത്തതിലെ വൈരാഗ്യം. അത് അഫാന്റെ പിതാവ് പറയുന്നത് ഈ ബാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അഫാനുമായി ചർച്ച ചെയ്തിരുന്നില്ല, അതിന്റെ ഉത്തരവാദിത്വം അഫാന് നൽകിയിരുന്നില്ല എന്ന് പറയുന്നു. അവിടെ ഈ പ്രതിയുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യമുണ്ട്. ഇത് പൂർണ്ണമായും വിശ്വാസയോഗ്യമാണ് എന്ന് കരുതുക വയ്യ. ശരി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. കൊട്ടാരക്കര MC റോഡിൽ ടോറസ് ലോറി കടയിലേക്ക് ഇടിച്ചു കയറി അപകടം. മണ്ണ് കയറ്റി വന്ന ടോറസ് ലോറിയാണ് അപകടമുണ്ടാക്കിയത്. പുലർച്ചെ 2 മണിക്കായിരുന്നു സംഭവം. 3 പേർക്ക് പരിക്കേറ്റു. മണ്ണുമായി വന്ന ലോറി നിയന്ത്രണം തെറ്റി 2 വീലർ വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന 12ലധികം ഇരുചക്ര വാഹനങ്ങൾ തകർന്നു. ഡ്രൈവിംഗ് സ്കൂളിന്റെ കാറും തകർന്നു. സമീപത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റും കെട്ടിടവും തകർന്നിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് പോലീസ് അറിയിച്ചു. രാത്രിയിലായതുകൊണ്ടും രാത്രി 2 മണി ആയതുകൊണ്ടും മനുഷ്യർക്ക് വലിയ അപകടം പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് അതിനകത്തിരിക്കുന്ന 3 പേരായിരുന്നു ഡ്രൈവർമാരുടെ സീറ്റിൽ ഉണ്ടായിരുന്നു. അതിൽ 3 പേര് അവിടെ ഉണ്ടായിരുന്നു. ഡ്രൈവർമാരുടെ സീറ്റിലല്ല, ക്യാബിനകത്ത് 3 പേരുണ്ടായിരുന്നു.